അച്ഛാ ബോറടിക്കുന്ന നമ്മള് മേഘങ്ങൾക്ക് അങ്ങനെ ബോറടിച്ചൂടാ. നമ്മളെപ്പോഴും മഴയായിട്ട് പെയ്യാനായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കണം. മനസ്സിലായോ? മക്കൾക്കറിയാമോ, നിനക്കിപ്പോൾ ഇത്രയും വയസ്സല്ലേ ആയുള്ളൂ, നിനക്കിപ്പോഴേ ബോറടിക്കണം. 50 വർഷമായി അച്ഛനിങ്ങനെ വെറുതെ ഇരിക്കുക. പണ്ടൊക്കെ ആണെങ്കിലേ എന്തെങ്കിലും മഴ പെയ്യിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ആ ഭൂമിയിലുള്ളവരെല്ലാവരും കൂടെ വല്ല പൂജയൊക്കെ ചെയ്യും കേട്ടോ. അച്ഛന് സ്വസ്ഥത തരത്തില്ല. അച്ഛനും ബാക്കിയുള്ള മേഘം വല്ലിച്ചനും മേഘം കൊച്ചനും മേഘം പാപ്പനും മേഘം കുഞ്ഞമ്മയ്ക്കും മൊത്തം എല്ലാവർക്കും സ്വസ്ഥതയില്ലാത്ത പൂജകളായിരിക്കും ഭൂമിയിൽ. പിന്നെ ഞങ്ങൾ അങ്ങോട്ട് പോയി ഒരു പെയ്ത്തങ്ങ് പെയ്യും. പിന്നെ വെള്ളപ്പൊക്കമായി, രക്ഷാപ്രവർത്തനമായി, പിന്നെ ഞങ്ങളെ ഓടിക്കളത്തൊരു പ്രാക്കങ്ങ് പ്രാകും. അതോടുകൂടി ഞങ്ങൾ നിർത്തു അങ്ങ് തിരിച്ചിഞ്ഞ് പോരും. വിളിച്ച് മടുക്കുമ്പോൾ ഒരൊറ്റ പോക്കങ്ങ് പോകും. അതായിരുന്നു പണ്ട്. ഇപ്പം പിന്നെ മഴയും വേണ്ട, വെള്ളവും വേണ്ട. അവിടെ ആരെങ്കിലും വേണ്ടേ ഇതൊക്കെ ഉപയോഗിക്കാൻ? എല്ലാണോ തീർന്നില്ലേ? ഭൂമിയില് പറ്റിയത് ഒരു ദിവസം അച്ഛൻ മക്കളെ കൊണ്ടുപോവാം. ഭൂമി വളരെ രസമുള്ളൊരു പച്ചപ്പ് നിറഞ്ഞ പ്രദേശമായിരുന്നു. അവിടെ മനുഷ്യർ ജീവിച്ചിരുന്ന പ്രദേശമായിരുന്നു. 50 വർഷങ്ങൾക്ക് മുമ്പാണേ. അങ്ങനെ ഈ മനുഷ്യരെന്തു ചെയ്തു? അവർക്കെല്ലാ സുഖ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു. അവർ വൃക്ഷങ്ങൾ വെട്ടി നശിപ്പിച്ചു. ആദ്യമൊക്കെ വൃക്ഷങ്ങളും ഒക്കെ അവർ നട്ടു വളർത്തി. പിന്നെ അതിനെ പാഴ്ത്തടി എന്ന് പറഞ്ഞുകൊണ്ട് വെട്ടി നശിപ്പിച്ചു. അങ്ങനെ അവിടുത്തെ പച്ചപ്പ് പോയി, ഓക്സിജൻ കുറഞ്ഞു. അങ്ങനെ മൊത്തത്തിൽ 8ന്റെ പണിയായി ഈ മനുഷ്യർ കാണിച്ചു കൂട്ടിയത്. ഒരൊറ്റ പുൽത്തകിട് മുളയ്ക്കാൻ ഇവർ സമ്മതിക്കത്തില്ല. പുൽത്തകിടെങ്ങാനും ഏതെങ്കിലും പറമ്പിൽ മുളച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ ഒരു വിഷം എടുത്തങ്ങ് വിതറി അതങ്ങ് കരിച്ചു കളയും. പിന്നെ അവിടെ പുല്ല് പോയിട്ട് ഒരു സാധനം മുളയ്ക്കത്തില്ല. അങ്ങനെ സകലമാന അക്രമവും കാണിച്ച് ഈ 50 വർഷമായപ്പം അവരുടെ പൊടി പോലും അവിടെ ഇല്ല. പിന്നെ എന്തിനാണ് ഇതൊക്കെ ചെയ്തതെന്നറിയോ എൻ്റെ പൊന്നിന്? മനുഷ്യർ കാശിന് വേണ്ടിയിട്ട്, അവരവരുടെ പോക്കറ്റ് നിറയ്ക്കാൻ വേണ്ടി, കാശിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്തത്. ഇപ്പോൾ എന്തുണ്ട് ഭൂമിയിൽ? എന്തുണ്ട്? എന്ത്? ഇപ്പൊ അവിടെ എന്തുണ്ടെന്നോ? എന്നാ പറഞ്ഞേ? എന്നാ അച്ഛൻ ഇന്ന് മക്കളെ മേഘം കടയില് മേഘം കൊച്ചച്ഛൻ്റെ അടുത്തും മേഘം കുഞ്ഞമ്മേരുടെ അടുത്തൊക്കെ കൊണ്ടുപോകാല്ല. ഇന്ന് നിനക്ക് കറക്കമായിരിക്കെങ്കിൽ നിന്റെ ബോറടി മാറ്റാനായിട്ട് നമ്മൾ മേഘം വല്ലിച്ചന്റെ വീട്ടിലോ എടി ഭയങ്കരി അവരുണ്ടാക്കിയ കാശ് മാത്രം ഇപ്പൊ ഭൂമിയിലുണ്ട്.